നോക്കൂ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ രാവിലെ പുലർച്ചെ 5 മണിക്ക് വീട് വളയുന്നു, ജനലിൽ തട്ടുന്നു. മര്യാദക്ക് കീഴടങ്ങുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യേണ്ടി വരും. വെടി വെക്കരുത്, ഞാൻ അകത്ത് കീഴടങ്ങി നിൽക്കുക, വാതിൽ തുറക്കാൻ താക്കോലില്ല. ഇങ്ങനെ ഇപ്പോ ഹിസ്ബുൾ മുജാഹിദീന്റെ ഭീകരനെ എങ്ങനെയാണോ അറസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയാണ്. ഈ മെന്റലിനെ ആരാണ് പുറത്തുവിട്ടത്? എന്ത് സാഹചര്യം, എന്താവശ്യം? ഒരു നോട്ടീസ് കൊടുത്താൽ പോലീസിന് മുമ്പിൽ ഹാജരാകാൻ പറ്റാത്ത ആളാണോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാത്ത ആളാണോ, ഒളിവിൽ പോയ ആളാണോ രാഹുൽ മാങ്കൂട്ടം? അതോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഭീകര സംഘടനയുമായി ബന്ധമുള്ള ആളാണോ അയാൾ? ഒരു കോൺസ്റ്റബിളിനെ വിട്ട് വിളിപ്പിച്ചാൽ പോലും സ്റ്റേഷനിൽ സ്വമേധയാ ഹാജരാകുന്ന ആളാണ് മിസ്റ്റർ മാധവൻ നായർ. അപ്പോൾ പിന്നെ SIയുടെ നേതൃത്വത്തിൽ ഒരു പോലീസ് പട തന്നെ മാധവൻ നായരുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറിയത് എന്തിനാണ്? പരാതിക്കാരനായ ഭഗീരഥൻ പിള്ളയ്ക്ക് മാധവൻ നായരോടുള്ള വ്യക്തി വിദ്വേഷത്തിന്റെയും പ്രതികാരത്തിന്റെയും ചെക്കിലെ മൽക്കുറ്റികൾക്ക് പോലും സുപരിചിതമാണ്. പിന്നെ ആങ്കർ എന്ന നിലയിൽ അങ്ങ് പ്രാഥമികമായി തന്നെ ചോദിച്ചത്, ഇങ്ങനെ പുലർച്ചെ വീട്ടിലെത്തി തട്ടി ഉണർത്തി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ ഇദ്ദേഹം ഹിസ്ബുൾ മുജാഹിദിന്റെ പ്രവർത്തകനാണോ എന്നുള്ളതാണ് ആങ്കറുടെ ചോദ്യം. അതെ, നന്നായി. ആങ്കർ അല്പകാലം മുമ്പുള്ള കേരളത്തിലെ കുറച്ച് ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത് നന്നാവും. ഞങ്ങളുടെ അടക്കമുള്ള വീടുകളിൽ എങ്ങനെയായിരുന്നു ഇന്ന് പാവനാത്മക പദവി അവകാശപ്പെടുന്ന UDFന്റെ നേതൃസംഘം കേരളം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോലീസ് വന്നത് എങ്ങനെയാണെന്ന്? എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇടിവണ്ടിയിലായിരുന്നു പോലീസ് വന്നിരുന്നത്. ഇപ്പൊ പോലീസ് ജീപ്പിലായിരുന്നല്ലോ വന്നത്. ഇടിവണ്ടിയിൽ വന്ന് അടുക്കളയിലൂടെ അതിക്രമിച്ച് കയറി പുതപ്പിനുള്ളിൽ കിടന്നുറങ്ങിയിരുന്ന പ്രവർത്തകരെ അതോടുകൂടെ ചവിട്ടിക്കൂട്ടി പോലീസ് വണ്ടിയിൽ ഇട്ടുകൊണ്ട് പോയിട്ടുണ്ട്. ചെയ്യുന്നത് പോലീസ് ഇങ്ങനെ യുവജന പ്രവർത്തകരുടെ, വിദ്യാർത്ഥി പ്രവർത്തകരുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി അവരെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ശരിയായ നടപടിയായിട്ടാണോ ഇപ്പൊ തോന്നുന്നത്? അതോ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അത് അധാർമികമെന്നും ഭരണപക്ഷത്തിരിക്കുമ്പോൾ അത് പണ്ടുണ്ടായിട്ടുള്ളതല്ലേ എന്നും തോന്നുന്നതാണോ? അത് ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ കണ്ട ദൃശ്യങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ, അങ്ങയുടെ വാക്ക് ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ പുലർച്ചെ 5 മണിക്ക് പോലീസ് എത്തി എന്നുള്ളതാണ്. 5 മണിക്ക് പോലീസ് എത്തുമ്പോൾ നമ്മളെല്ലാവരും വെളുത്ത മുണ്ടും കൊള്ളാവുന്ന ഷർട്ടും ധരിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പാകത്തിൽ ഒരുങ്ങിയിരിക്കുകയായിരിക്കില്ലല്ലോ. പക്ഷേ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ മൊബൈൽ ഫോണിൽ ഫോൺ ചെയ്തുകൊണ്ട് അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ ഉപയോഗിക്കാൻ മാത്രം പര്യാപ്തമായ വസ്ത്രങ്ങൾ ധരിച്ച് സുഖലോലുപനായി പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയാണ്. കേരളത്തിൽ ഞങ്ങൾക്ക് 2016 ഫെബ്രുവരി മാസം വരെ നേരിടേണ്ട വന്ന രംഗങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. തുണി മാറാൻ സമ്മതിച്ചിരുന്നില്ല, പല്ല് തേക്കാൻ സമ്മതിച്ചിരുന്നില്ല. സത്യമാണോ ഈ പറയുന്നത്? ഇടിച്ച ഇടിയാലെ ഇടിവണ്ടിയിൽ കയറ്റിയതിനു ശേഷം മണിക്കൂറുകൾ നഗരങ്ങളിലൂടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ കറങ്ങി നട്ടല് തകർത്ത് പോലീസ് മർദ്ദനം ഏറ്റിട്ടാണ് ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ടായത്. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? ഇദ്ദേഹം പ്രതിയായി പോകുമ്പോൾ അദ്ദേഹത്തിന് നേരെ നിൽക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ ശിരസിൽ ബ്ലഡ് ക്ലോട്ട് ആകുന്നു, അദ്ദേഹത്തിന്റെ കണ്ണിൽ ഇരുട്ടുപതമായ സംഭവത്തിലുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞോളൂ. ഇതിനെല്ലാം ഉത്തരവാദി മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പുമാണെന്ന് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. കല്യാശ്ശേരി മുതൽ ആലപ്പുഴ വരെ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രവർത്തകരെ DYFIയുടെ ക്രിമിനലുകൾ, പോലീസിലെ ക്രിമിനലുകൾ സംഘം ചേർന്ന് തുടരെ മർദ്ദിക്കുകയും അവരെ മൃതപ്രായരാക്കുകയും ചെയ്തു. ആരുടെ മുതതലം മനുഷ്യ ശരീരത്തിലേക്ക് അടികൊള്ളുന്നത് നിയമവിരുദ്ധമായി ചെയ്യാൻ പാടില്ല. 100% ഞാൻ യോജിക്കുന്നു. കൊല്ലത്ത് വെച്ച് തിരിച്ചടി ഉണ്ടായി. തുടർന്ന് ഞങ്ങൾ തിരിച്ചടിക്കും. അടിയല്ല, അഭിലാഷ് പ്രത്യേകം മനസ്സിലാക്കണം, അടിയല്ല, മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര അടിക്ക് തിരിച്ചടി സഹിച്ചു. 13 ജില്ലയിൽ സഹിച്ചു. 13ാമത്തെ ജില്ലയിൽ ഞങ്ങൾ തീരുമാനിച്ചു അടിക്ക് തിരിച്ചടി കൊടുക്കും. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.